നമ്മൾക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഒരു ഓപ്പറേറ്റർ എപ്പോഴാണ് സെൽഫ് അഡ്ജോയിൻ്റ് ആവുക, അതേപോലെ തന്നെ കോമ്പാക്റ്റ് ആവുക എന്നൊക്കെ എപ്പോഴാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അത് സെൽഫ് അഡ്ജോയിൻ്റ് ആണ്, മോറോവർ അത് കോമ്പാക്റ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേറ്ററിന് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി തിയറായിട്ട് എഴുതാം. If A is a compact self-adjoint operator, then A has an eigenvalue lambda such that modulus of lambda equal to norm of A, and moreover supremum of modulus of inner product Ax comma x such that norm of x equal to 1 is attained on an eigenvector corresponding to the eigenvalue lambda. അതായത് എ എന്നുള്ള ഒരു കോമ്പാക്റ്റ് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ എക്ക് ഒരു ഐഗൺ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? ആ ഐഗൺ വാല്യൂവിൻ്റെ മോഡുലസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഓപ്പറേറ്ററിൻ്റെ നോമിന് ഈക്വൽ ആയിരിക്കും. അതായത് ഒന്നിൽ എങ്ങനെയുള്ള ഒരു ഐഗൺ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും? ഐഗൺ വാല്യൂ ഒന്നില്ലെങ്കിൽ നോം ഓഫ് എ ആയിട്ട് വരും, അല്ലെങ്കിൽ ഐഗൺ വാല്യൂ മൈനസ് ഓഫ് നോം ഓഫ് എ ആയിട്ട് വരും. അങ്ങനെ ഒരു ഐഗൺ വാല്യൂ എക്ക് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് എ എന്നുള്ള ഓപ്പറേറ്ററിന് നോം ഓഫ് എ ഐഗൺ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ഓഫ് നോം ഓഫ് എ ഐഗൺ വാല്യൂ ആയിരിക്കും. ഓക്കെ. മോറോവർ ഈ സുപ്രീമം നമ്മൾ സുപ്രീമം നോം ഓഫ് എ ഡിഫൈൻ ചെയ്യുന്ന ആ സുപ്രീമം അറ്റൈൻ ചെയ്യുന്ന ഒരു ഐഗൺ വെക്ടർ ലാംഡക്ക് ഉണ്ടാവും. ഓക്കെ. നോം ഓഫ് എ എന്നുള്ള അതിൻ്റെ നോം അറ്റൈൻ ചെയ്യുന്ന ഒരു ഐഗൺ വെക്ടർ ലാംഡക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. പ്രൂഫ് നോക്കുക. സിമ്പിൾ പ്രൂഫാണ്. നമുക്കറിയാം എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ സ്പെക്ട്രമൊക്കെ ഒന്നില്ലെങ്കിൽ പോയിൻറ്റ് സ്പെക്ട്ര ആയിരിക്കും, അല്ലെങ്കിൽ സീറോ ആയിരിക്കും. സീറോ പോയിൻറ്റ് സ്പെക്ട്ര ആവുക അല്ലാതിരിക്കും. അതായത് സിഗ്മ ഓഫ് എ ഈക്വൽ ടു സിംഗിൾട്ടൺ സീറോ യൂണിയൻ സിഗ്മ പി ഓഫ് എ ആയിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എഴുതിയത്. സിൻസ് എ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ, സിഗ്മ ഓഫ് എ ഈക്വൽ ടു സിംഗിൾട്ടൺ സീറോ യൂണിയൻ സിഗ്മ പി ഓഫ് എ. ഇനി മോറോവർ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് എ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിയറത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെക്ട്രൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? ലാംഡ, ഒരു സ്പെക്ട്രൽ വാല്യൂ ലാംഡ എക്സിസ്റ്റ് ചെയ്യും, ഒരു സ്പെക്ട്രം ലാംഡ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ലാംഡ ഈക്വൽ ടു നോം ഓഫ് എ. മോഡുലസ് ഓഫ് ലാംഡ നോം ഓഫ് എ ആയിട്ട്. അപ്പോൾ നമ്മൾക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഈ ലാംഡ, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ലാംഡ പോയിൻറ്റ് സ്പെക്ട്രാന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഐഗൺ വാല്യൂ എന്ന് പറയുക. സാധാരണ ഒരു പോയിൻറ്റ് സ്പെക്ട്രത്തിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സപ്പോസ് എ സീറോ ആണെന്ന് കരുതുക, ഓപ്പറേറ്റർ സീറോ ഓപ്പറേറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ലാംഡ എന്തായിരിക്കും? മോഡുലസ് ഓഫ് എ സീറോ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ, എല്ലാ വെക്ടേഴ്സിനും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നോം ഓഫ് എ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ. അതായത് എ അതിൻ്റെ ഒരു ഐഗൺ വാല്യൂ ആയിരിക്കും, അതായത് പോയിൻറ്റ് സ്പെക്ട്ര ആയിരിക്കും. സീറോ ബിലോങ്സ് ടു സിഗ്മ പി ഓഫ് എ. Implies lambda equal to 0, sigma p lambda equal to 0, therefore lambda belongs to sigma p of a. സപ്പോസ് നമ്മളുടെ ഓപ്പറേറ്റർ നോൺ സീറോ ആണെന്ന് കരുതുക, നോൺ സീറോ ഓപ്പറേറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് ലാംഡ, ഒരു ലാംഡ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട്. എങ്ങനെ? ഒരു സ്പെക്ട്രൽ വാല്യൂ ലാംഡ എക്സിസ്റ്റ് ചെയ്യും. മോഡുലസ് ഓഫ് ലാംഡ ഈക്വൽ ടു നോം ഓഫ് എ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. നോം ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണ്, കാരണം എ നോൺ സീറോ ഓപ്പറേറ്ററാണ്. അതായത് ലാംഡ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. ലാംഡ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലാംഡ പോയിൻറ്റ് സ്പെക്ട്ര എന്ന് പറയാം ബൈ ഫസ്റ്റ് കൺക്ലൂഷൻ. സിഗ്മ ഓഫ് എ ഈക്വൽ ടു യൂണിയൻ സിംഗിൾട്ടൺ സീറോ യൂണിയൻ സിഗ്മ പി ഓഫ് എ ആണ്. ഈ കേസിൽ ലാംഡ സീറോ അല്ല, അപ്പോൾ സിഗ്മ പി ഓഫ് എയിലായിരിക്കും, അതായത് പോയിൻറ്റ് സ്പെക്ട്ര ആയിരിക്കും, അതായത് ഐഗൺ വാല്യൂ ആയിരിക്കും. ഓക്കെ. അപ്പോൾ തിയറത്തിൻ്റെ ഫസ്റ്റ് കൺക്ലൂഷൻ നമ്മൾ പ്രൂവ് ചെയ്തു.
ഇനി സെക്കൻഡ് കൺക്ലൂഷൻ, അതായത് ഈ ലാംഡക്ക് റെസ്പോണ്ടിങ് ആയിട്ട്, ലാംഡ എന്നുള്ള ഐഗൻ വാല്യൂവിന് റെസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൻ വെക്ടർ എക്സിസ്റ്റ് ചെയ്യും. അത് നമ്മളുടെ ഈ സുപ്രീമം അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ലാംഡക്ക് റെസ്പോണ്ടിങ് ആയിട്ട് ഒരു x0 എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഐഗൻ വെക്ടർ ലാംഡക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൻ വെക്ടർ x0 ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? നോം ഓഫ് x0 1 ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ലാംഡക്ക് റെസ്പോണ്ടിങ് ആയിട്ട് ഒരു x0 ചൂസ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റ് വെക്ടർ ചൂസ് ചെയ്യുക. കാരണം സപ്പോസ് നമ്മളുടെ ഐഗൻ വെക്ടർ x0 യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്താൽ മതി. അതായത് അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആർബിട്രറി ഒരു ഐഗൻ വെക്ടറിനെ ചൂസ് ചെയ്യുക. എങ്ങനെ? ലാംഡക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൻ വെക്ടറിനെ ചൂസ് ചെയ്യുക. എങ്ങനെ? യൂണിറ്റ് വെക്ടർ ആയിട്ട് നോം ഓഫ് x0 = 1 ആയിട്ട്. ഐഗൻ വാല്യൂ ആയതുകൊണ്ട് തന്നെ എ ഓഫ് x0 = ലാംഡ x0 ആയിരിക്കും. ഓക്കെ, എ എന്നുള്ള ഓപ്പറേറ്ററിൻ്റെ ലാംഡക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറാണ് x0. അപ്പോൾ ax0 = ലാംഡ x0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇന്നർ പ്രൊഡക്റ്റ് ax0, x0 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വിച്ച് വിൽ ബി ഈക്വൽ ടു ax0 എന്തിന് ഈക്വലാണ്? ലാംഡ x0 ഈക്വലാണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ x0, x0 വരും. ഫസ്റ്റ് കമ്പോണൻറ്റിൽ ഇന്നർ പ്രൊഡക്റ്റ് ലീനിയർ ആണ്. അപ്പോൾ ലാംഡ പുറത്ത് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് x0, x0. വിച്ച് വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് x0, x0 നോം ഓഫ് x0 സ്ക്വയർ ആണ്. അപ്പോൾ ലാംഡ ഇൻറ്റു നോം ഓഫ് x0 സ്ക്വയർ. x0 യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ നോം ഓഫ് x0 സ്ക്വയർ 1 ആയിരിക്കും. അപ്പോൾ വിച്ച് വിൽ ബി ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഇനി നമുക്ക് ഈ സുപ്രീമം അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം x0. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് x0, x0 കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഇന്നർ പ്രൊഡക്റ്റ് ലാംഡക്ക് ഈക്വലാണ്. അപ്പോൾ ആ മോഡുലസ് ഓഫ് ലാംഡക്ക് ഈക്വൽ ആയിരിക്കും. മോഡുലസ് ഓഫ് ലാംഡ എന്തിന് ഈക്വലാണ്? അത് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോം ഓഫ് എക്ക് ഈക്വലാണ്. അത് എന്തിന് ഈക്വലാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നോം ഓഫ് എ ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ax, x സച്ച് ദാറ്റ് നോം ഓഫ് x = 1. ഓക്കെ, അത് നോമിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നോമിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, നമ്മൾ അത് പ്രൂവ് ചെയ്തതാണ്. അതായത് നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ax0, x0 ഈക്വൽ ടു സുപ്രീമം ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ax, x സച്ച് ദാറ്റ് നോം ഓഫ് x = 1. ഓക്കെ, ദാറ്റ് ഈസ് supremum of inner product modulus of inner product ax, x such that norm of x = 1 is attained. Okay, is attained on eigenvector x0. ഓക്കെ അല്ലേ? ആ സെറ്റിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നോം ഓഫ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ax0, x0. കാരണം x0ൻ്റെ നോം 1 ആണ്. അപ്പോൾ സുപ്രീമം കാണുന്ന ആ സെറ്റിലുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്ത്? മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ax0, x0. അത് ആ സുപ്രീമത്തിന് ഈക്വലാണ്. അപ്പോൾ ആ സുപ്രീമം x0 എന്നുള്ള പോയിന്റിൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ലാംഡക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറിൽ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വെക്ടർ ലാംഡ വിത്ത് നോം ഓഫ് x0 = 1. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കുക. സെക്കൻഡ് പ്രോപ്പർട്ടി കുറച്ച് ലെങ്തിയാണ്. ഞാൻ ഒരു പാർട്ട് ഈ വീഡിയോയിൽ ചെയ്യുക, അടുത്ത വീഡിയോയിൽ ചെയ്യും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് തിയറം ഞാനൊന്ന് വായിക്കാം ആദ്യം. തിയറം ഫസ്റ്റ് ഹിൽബർട്ട് ഷ്മിത്ത് തിയറം. ഓക്കെ, അപ്പോൾ തിയറം ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ എവറി നോൺ സീറോ കോമ്പാക്ട് സിമെട്രിക് ഓപ്പറേറ്റർ എ ഫ്രം എച്ച് ടു എച്ച് there exists a set of non-zero eigenvalues lambda I greater than or equal to 1 in R such that modulus of lambda 1 greater than or equal to modulus of lambda 2 greater than or equal to etc. either finite or converging to 0 and an orthonormal system EI greater than or equal to 1
of eigenvectors with ai equal to lambda I ei such that for all x belongs to h, x equal to y plus summation I greater than or equal to 1 inner product x comma ei into ei for all y belongs to for a y belongs to for a എന്നാക്കുക കേട്ടോ, for a y belongs to kernel of a, that is ax equal to summation I runs from 1 to summation I greater than or equal to 1 inner product ax comma ei which equal to inner product summation I greater than or equal to 1 lambda I inner product inner product x comma ei and for all z belongs to closure of image of a, z equal to summation I runs I greater than or equal to 1 inner product z comma ei. ഓക്കെ, അപ്പോൾ തിയറം എന്താണ് പറയുന്നതെന്ന് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. ഓക്കെ, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ചുരുക്കിയിട്ട്. അതായത് നമ്മളുടെ കയ്യിലൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ട്, ഹിബേർട്ട് സ്പേസ് ഉണ്ട് എച്ച്. ആ എച്ചിൽ നമ്മളൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഓപ്പറേറ്റർ എന്താണ്? നോൺ സീറോ ആണ്, സീറോ ഓപ്പറേറ്റർ അല്ല. മോർ ഓവർ ആ ഓപ്പറേറ്റർ സിമ്മട്രിക് ആണ്, അതായത് സെൽഫ് അഡ്ജോയിൻ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് ഐഗൺ വാല്യൂസിൻ്റെ ഒരു സെറ്റ്, റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ്. എങ്ങനെയുള്ള സെറ്റ്? ആ സെറ്റിലുള്ള എല്ലാ നമ്പേഴ്സും എൻ്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും. അതാണ് ലാംഡ ഐ. അതായത് ഐഗൺ വാല്യൂസിൻ്റെ ഒരു സെറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. ആ ഓപ്പറേറ്ററിന്, എ എന്നുള്ള ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വാല്യൂസിൻ്റെ സെറ്റ് ലാംഡ ഐസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. എങ്ങനെ? ഒന്നില്ലെങ്കിൽ ആ സെറ്റിനെ എനിക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാം. ഇങ്ങനെ മോഡുലസ് ഓഫ് ലാംഡ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ലാംഡ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. ഒന്നില്ലെങ്കിൽ ആ ഐഗൺ വാല്യൂസിൻ്റെ സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ആ ഐഗൺ വാല്യൂസ്, അതല്ലെങ്കിൽ ആ സീക്വൻസ് മോഡുലസ് ഓഫ് ലാംഡ 1 എന്നുള്ള ആ സീക്വൻസ് സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ലാംഡ ഐൻ്റെ സീക്വൻസ് ഞാനതിനെ ഇതേപോലെ ലാംഡ 1 ഈ ഓർഡറിൽ ലാംഡ 1 ലാംഡ 2 എക്സെട്ര എന്നുള്ള ഓർഡർ ചെയ്താൽ അതിനെ എനിക്കൊരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ സീക്വൻസ് സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, മോർ ഓവർ ഈ ലാംഡ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ ഇ ഐ, ലാംഡ 1ൻ്റെ ഐഗൺ വെക്ടർ E1, ലാംഡ 2ൻ്റെ ഐഗൺ വെക്ടർ E2, അങ്ങനെയുള്ള ഒരു കളക്ഷൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. എങ്ങനെ? ആ ഐഗൺ വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ ഓർത്തോനോർമൽ സിസ്റ്റം ആയിരിക്കും. എന്താണ് ഓർത്തോനോർമൽ സിസ്റ്റം എന്ന് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ തേർഡ് സെമ്മിൽ. അതായത് ഈ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓർത്തോനോർമൽ സിസ്റ്റം, എങ്ങനെ? ഈ ഓർത്തോനോർമൽ സിസ്റ്റത്തിൽ ഈ ഐഗൺ വാല്യൂസിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് എഴുതിയത്. ഓർത്തോനോർമൽ ആൻഡ് ആൻ ഓർത്തോനോർമൽ സിസ്റ്റം ei ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓഫ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് ലാംഡ ഐ വിത്ത് ai ഈക്വൽ ടു ലാംഡ ഐ ei. അതായത് ലാംഡ 1ൻ്റെ ഐഗൺ വെക്ടറാണ് E1, ലാംഡ 2ൻ്റെ ഐഗൺ വെക്ടറാണ് E2. അങ്ങനെ നമുക്ക് ആ എഴുതുന്ന സിസ്റ്റം ഓർത്തോനോർമലായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നാണ് പറഞ്ഞത്. സച്ച് ദാറ്റ് ഫോർ ഏതൊരു എലമെൻറ്റിന്, ഏതൊരു വെക്ടറിന് നമ്മൾക്ക് എച്ച് എന്ന് എടുക്കുക, എടുത്താൽ അതിനെ ഇതേപോലെ എക്സ്പ്രസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുക. പിന്നെ അതിൽ എനെ ഓപ്പറേറ്റ് ചെയ്താൽ ഇതേപോലെ എഴുതാം. മോർ ഓവർ നമ്മൾ ഇമേജ് സെറ്റിൽ എ എന്നുള്ള ഓപ്പറേറ്ററിൻ്റെ ഇമേജ് സെറ്റിലെ ക്ലോഷറിലെ എലമെൻറ്റിനെ എടുത്താൽ അതിനെ ഇതേപോലെ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മൾ പല കാര്യങ്ങൾ ഈ തിയറത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ടൊന്ന് വായിക്കുക. ഞാൻ ആദ്യത്തെ ഭാഗത്തിൻ്റെ പ്രൂഫാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തിൻ്റെ പ്രൂഫ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൂഫ് ഒന്ന് നോക്ക്. By previous property, there exists an eigenvalue lambda 1 for
എ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ലാംഡ 1 ഈക്വൽ ടു നോം ഓഫ് എ. നമ്മൾ തൊട്ട് മുന്നത്തെ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐഗൺ വാല്യൂ ലാംഡ 1 എക്സിസ്റ്റ് ചെയ്യും. ആ ലാംഡ 1ൻ്റെ മോഡുലസ് നോം ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ആൻ എലമെൻറ്റ് E1 ബിലോങ്സ് ടു എച്ച് സച്ച് ദാറ്റ് നോം ഓഫ് E1 ഈക്വൽ ടു 1. അതായത് തൊട്ട് മുന്നത്തെ തിയറത്തിലെ എക്സ് നോട്ട് എന്നുള്ള എലമെൻറ്റിന് പകരം അവിടെ കൊടുത്ത നൊട്ടേഷന് പകരം E1 എന്നുള്ള ഒരു എലമെൻറ്റിനെ നമുക്ക് പറയാം. എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് E1 തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ലാംഡ 1 കറസ്പോണ്ടിങ് ആയിട്ട് E1 എന്നുള്ള ഒരു എലമെൻറ്റ് എച്ചിൽ എക്സിസ്റ്റ് ചെയ്യും. ആ E1 യൂണിറ്റ് വെക്ടർ ആയിരിക്കും. നോം ഓഫ് E1 1 ആയിരിക്കും. E1 ഈക്വൽ ടു ലാംഡ 1 E1 ആയിരിക്കും. E1 ലാംഡ 1ൻ്റെ ഐഗൺ വെക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മളിനി ക്യാപിറ്റൽ E1 കൺസിഡർ ചെയ്യുക. ക്യാപിറ്റൽ E1 എന്ന് പറഞ്ഞാൽ എന്താണ്? E1 സ്പാൻ ചെയ്യുന്ന സ്പേസ്. ആക്ച്വലി E1 സ്പാൻ ചെയ്യുന്ന സെറ്റിനെ നമുക്ക് എന്ന് എടുക്കാം. E1 ക്യാപിറ്റൽ E1. ദെൻ ക്ലിയർലി E1 ഈസ് ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഓഫ് എച്ച്. അങ്ങനെയാണെങ്കിൽ E1 എച്ചിൻ്റെ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ആയിരിക്കും അണ്ടർ എ. കാരണം E1 എന്ന് പറഞ്ഞാൽ E1 സ്പാൻ ചെയ്യുന്ന സെറ്റാണ്, സ്പേസാണ്. E1 എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഗൺ വെക്ടറാണ്. അപ്പോൾ ഒരു ഐഗൺ സ്പേസിൻ്റെ സബ്സ്പേസ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുക. ഐഗൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ E1ൽ E1ലെ എലമെൻറ്റ്സിൽ എ ഓപ്പറേറ്റ് ചെയ്താൽ E1ൽ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഐഗൺ സ്പേസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ E1 എൻ്റെ ഐഗൺ വാല്യൂ ആയതുകൊണ്ട്. ഓക്കെ, അതിനുള്ള കാരണമാണ് താഴെ എഴുതിയത്. ഫോർ എനി എക്സ് ബിലോങ്സ് ടു E1 എക്സ് ഈക്വൽ ടു ആൽഫ EI. ആൽഫ EIൻ്റെ സ്കേലാർ മൾട്ടിപ്ലൈ ആയിരിക്കും E1ലെ എലമെൻ്റൊക്കെ. EIൻ്റെ സ്കേലാർ മൾട്ടിപ്ലൈ ആയിരിക്കും E1ലെ എലമെൻ്റൊക്കെ. അങ്ങനെയാണെങ്കിൽ എക്സിൽ ആക്ട് ചെയ്താൽ AX ഈക്വൽ ടു എ ലീനിയർ ആയതുകൊണ്ട് ആൽഫ പുറത്ത് വരും, E1 വരും. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ആൽഫ E1 ലാംഡ 1 E1ന് ഈക്വൽ ആയിരിക്കും. അതും E1ൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ E1ലെ ഏതൊരു എലമെൻറ്റിൽ ആക്ട് ചെയ്താലും ആ എലമെൻറ്റ് കിട്ടുന്ന എലമെൻറ്റ് E1ൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് E1 അണ്ടർ എ ഇൻവേരിയൻ്റ് ആണെന്ന് പറയാം. അതായത് E1ൽ എ ആക്ട് ചെയ്താൽ അത് E1ൽ തന്നെ ഉണ്ടാവും. E1 സബ്സെറ്റ് ഓഫ് E1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. E1ൽ എ ഇൻവേരിയൻ്റ് ആണെങ്കിൽ E1 പേർപ്പിലും എ ഇൻവേരിയൻ്റ് ആയിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററാണ്. E1 ഇൻവേരിയൻ്റ് അണ്ടർ എ ആണ്. അപ്പോൾ E1 പേർപ്പിലും എ ഇൻവേരിയൻ്റ് ആയിരിക്കും. E1 പേർപ്പും അണ്ടർ എ ഇൻവേരിയൻ്റ് ആയിരിക്കും. സിൻസ് എ ഈസ് സിമെട്രിക് ആയതുകൊണ്ട് ഇൻ എവറി ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഇറ്റ് ഫോളോസ് ദാറ്റ് എ ഈസ് സിമെട്രിക് ഇൻ E1 പെർപ്പ്. സബ്സ്പേസിലൊക്കെ ഇൻവേരിയൻ്റ് സബ്സ്പേസിലൊക്കെ സിമെട്രിക് ആണ്. സിൻസ് എ ഈസ് സിമെട്രിക് ഇൻ എവറി ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഇറ്റ് ഫോളോസ് ദാറ്റ് എ ഈസ് സിമെട്രിക് ഇൻ E1 പെർപ്പ്. ഓക്കെ, എ സിമെട്രിക് ആണ് എവിടെ? എല്ലാ സബ്സ്പേസിലും. E1 പെർപ്പ് അതിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ E1 പെർപ്പിലും എന്തായിരിക്കും? ഇൻവേരിയൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എ എന്നുള്ള ഓപ്പറേറ്ററിനെ E1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതിനെ ഞാൻ A2 എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എ എന്നുള്ള ഓപ്പറേറ്ററിനെ, എച്ചിലുള്ള ഓപ്പറേറ്ററിനെ നമുക്ക് E1 പെർപ്പിലും പറയാം. കാരണം E1 പെർപ്പിലും ഡിഫൈൻ ചെയ്യുക. കാരണം E1 പെർപ്പിൽ എ ഇൻവേരിയൻ്റ് ആണ്. അപ്പോൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. എനെ E1 പെർപ്പിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. A2 ആ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ A2 എന്ന് വിളിക്കുന്നുണ്ട്. A2 ഈക്വൽ ടു A1 എ റെസ്ട്രിക്റ്റഡ് ടു E1 പെർപ്പ്. ദെൻ A2 ഈസ് അഗെയിൻ എ കോമ്പാക്റ്റ്. അങ്ങനെയാണെങ്കിൽ A2 കോമ്പാക്റ്റ് ആയിരിക്കും. കാരണം എ കോമ്പാക്റ്റ് ആണ്. എനെ E1 പെർപ്പിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താണ് A2. അപ്പോൾ അത് കോമ്പാക്റ്റ് ആയിരിക്കും. സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും. കാരണം എ സെൽഫ് അഡ്ജോയിൻ്റ് ആണ്. എനെ റെസ്ട്രിക്റ്റ് ചെയ്താണ് E1 പെർപ്പിലേക്ക്. അപ്പോൾ അതും സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും. ദെൻ വി ക്യാൻ ഫൈൻഡ് ആൻ ഐഗൺ വാല്യൂ ലാംഡ 2. അപ്പോൾ ഇനി A2 എന്താണ്? സെൽഫ് അഡ്ജോയിൻ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് E1 പെർപ്പിൽ നമ്മളുടെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന, തൊട്ട് മുന്നത്തെ തിയറത്തിൽ പറയുന്ന പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു
ലാംഡ ടുവിനെയും ലാംഡ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ വെക്ടർ E2നെയും നമുക്ക് എടുക്കാം തൊട്ടുമുന്നത്തെ തിയറി പ്രകാരം. അതാണ് എഴുതിയത്. ദെൻ വി ക്യാൻ ഫൈൻഡ് ആൻ ഐഗൺ വാല്യൂ ലാംഡ ടു ഫോർ എ ടുവിന് റെസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വാല്യൂ ലാംഡ ടു കണ്ടെത്താം സച്ച് ദാറ്റ് നോം ഓഫ് ലാംഡ ടു ഈക്വൽ ടു മോഡുലസ് ഓഫ് ലാംഡ ടു ഈക്വൽ ടു നോം ഓഫ് എ ടുവിൻ്റെ നോമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വലായിട്ട് മോഡുലസ് വരുന്ന ഒരു ഐഗൺ വെക്ടർ ലാംഡ ടു. ആൻഡ് അതിന് ലാംഡ ടുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൺ വെക്ടർ E2 ഇൻ ഈവൺ പേർപ്പിൽ ഒരു E2 എന്നുള്ള വെക്ടറും, കാരണം ഈവൺ പേർപ്പിലാണ് A2 പറയുന്നത്. അപ്പോൾ ഈവൺ പേർപ്പിൽ നമ്മളുടെ x0 തൊട്ട് മുന്നത്തെ തിയറത്തിൽ x0 എന്ന് എഴുതിയ ആ വെക്ടർ ഇവിടെ A2 എന്ന് കൊടുക്കുന്നു. സച്ച് ദാറ്റ് നോം ഓഫ് E2 ഈക്വൽ ടു 1, ഒരു യൂണിറ്റ് വെക്ടർ E2. ആൻഡ് A2 E2 ഈക്വൽ ടു ലാംഡ ടു E2, അതായത് E2 ലാംഡ ടുവിൻ്റെ ഐഗൺ വെക്ടറാണ്. Now modulus of lambda 2 equal to norm of A2. Modulus of lambda 2 equal to norm of A2. അതെന്തിന് ഈക്വൽ ആയിരിക്കും? A2 എന്താണ്? E1 പേർപ്പിലേക്ക് എനെ റെസ്ട്രിക്റ്റ് ചെയ്താണ്. നോം ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു E1 പേർപ്പ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ. കാരണം എ നമ്മളെവിടെ ഡിഫൈൻ ചെയ്യുന്നത് എച്ചിലാണ്. E2 പേർപ്പ് എച്ചിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ അവിടെയുള്ള സുപ്രീമം E2 പേർപ്പിലുള്ള എൻ്റെ സുപ്രീമം എന്തിനേക്കാളും ചെറുതായിരിക്കും എച്ചിലുള്ള നമ്മൾ നോം ഡിഫൈൻ ചെയ്യുന്ന ആ സുപ്രീമത്തിനേക്കാളും ചെറുതായിരിക്കും. കാരണം E2 പേർപ്പ് സബ്സെറ്റ് ഓഫ് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ വിച്ച് വിൽ ബി ആ സുപ്രീമത്തിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ലാംഡ 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? മോഡുലസ് ഓഫ് ലാംഡ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ലാംഡ 2. അപ്പോൾ നമ്മളുടെ തിയറത്തിലെ ഈ സ്റ്റേറ്റ്മെൻറ്റായി. ഓക്കെ, ഏത് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതേപോലെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതേ പ്രോസസ്സ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഏതുവരെ നമുക്ക് ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് E2 പേർപ്പ് അല്ലെങ്കിൽ EI പേർപ്പ് സീറോ സ്പേസ് ആവുന്നവരെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ E2 പേർപ്പ് അല്ലെങ്കിൽ EI പേർപ്പ് ഒരിക്കലും സീറോ സ്പേസ് ആവുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ടെർമിനേറ്റ് ചെയ്യാത്ത രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾക്ക് ഓരോ സ്റ്റെപ്പിലും ഓരോ ലാംഡ ഐസിന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നൗ ലെറ്റ് സെറ്റ് ലാംഡ ഐ റൺസ് ഫ്രം 1 to etc. and set I runs from 1 to etc. and are already defined. അതായത് നമ്മൾ ചെയ്യുന്നത് എന്താ? ആദ്യം E1 ചൂസ് ചെയ്ത് അതിൽ നിന്ന് E1 പേർപ്പിനെ കൺസ്ട്രക്ട് ചെയ്തെടുത്ത്. E1 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാൻ ഓഫ് E1 ആണ്. അപ്പോൾ ഇനി E2 എങ്ങനെ ഡിഫൈൻ ചെയ്യുക? സ്പാൻ ഓഫ് E1 ആൻഡ് E2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് E2 പേർപ്പ് എടുക്കുക. E2 പേർപ്പിൽ എനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. എനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് E3 കണ്ടെത്തുക. E3 കണ്ടെത്തിയാൽ പിന്നെ സ്പാൻ ഓഫ് E1 E2 E3 അത് കൺസിഡർ ചെയ്യുക. അതായത് അതിന് E3 എന്ന് വിളിക്കുക. E3 പേർപ്പ് കാണുക. E3 പേർപ്പിലേക്ക് എനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് ലാംഡ ഐ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ ഐഗൺ വെക്ടേഴ്സിൻ്റെ കളക്ഷൻ EIസും കിട്ടും. ഓക്കെ, അത് നമ്മൾ കയ്യിലുണ്ട് എന്ന് കരുതുക. അതായത് നമ്മൾ n നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർ ഓൾറെഡി ഡിഫൈൻ സച്ച് ദാറ്റ് AI ഈക്വൽ ടു ലാംഡ ഐ എക്സ് EI, norm of EI equal to 1 and modulus of lambda greater than or equal to modulus of lambda 2 greater than or equal to etc. modulus of lambda n. Okay, and set I runs from 1 to n is orthonormal. Okay, orthonormal. Let En എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാൻ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ EIs സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സിൻ്റെ കളക്ഷൻ En. ലെറ്റ് En ഈക്വൽ ടു സ്പാൻ ഓഫ് E1
ടു എക്സെട്ര ഇ എൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിൻസ് ഇ എൻ ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ എ, എയിൽ ഇ എൻ ഇൻവേരിയൻ്റ് ആയിരിക്കും. കാരണം ഇ ഐസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഗൺ വെക്റ്റേഴ്സാണ്. അപ്പോൾ ഐഗൺ വെക്റ്റേഴ്സിൻ്റെ സ്പാനാണ് ഇ എൻ. ഐഗൺ വെക്റ്റേഴ്സിൻ്റെ സ്പാനിൽ എ ഇൻവേരിയൻ്റ് ആയിരിക്കും. എ ഇൻവേരിയൻ്റ് ആണ്, മോർ ഓവർ സെൽഫ് അഡ്ജോയിൻ്റ് ആണ്. അപ്പോൾ ഇ എൻ പേർപ്പിലും എ ഇൻവേരിയൻ്റ് ആയിരിക്കും. ഓക്കെ, ഇ എൻ പേർപ്പ് ഈസ് ആൾസോ ഇൻവേരിയൻ്റ് അണ്ടർ എ. ഡിഫൈൻ എ എൻ പ്ലസ് വൺ ഈക്വൽ ടു എ റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പേർപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ എൻ പ്ലസ് വൺ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? എനെ ഇ എൻ പേർപ്പിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ എനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കിട്ടുന്ന ഓപ്പറേറ്ററാണ് ഇ എൻ പേർപ്പിലേക്ക്. അതുകൊണ്ട് തന്നെ എ എൻ പ്ലസ് വണ്ണ് എന്തായിരിക്കും? കോമ്പാക്റ്റ് ആയിരിക്കും, സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും. എവിടെ? ഇ എൻ പേർപ്പിൽ സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നത്തെ തിയറം പ്രകാരം നമുക്ക് ഒരു ലാംഡ എൻ പ്ലസ് വൺ എന്നുള്ളൊരു ഐഗൺ വാല്യൂ എന്തിന് എ എൻ പ്ലസ് വണ്ണ് എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? മോഡുലസ് ഓഫ് ലാംഡ എൻ പ്ലസ് വൺ ഈക്വൽ ടു നോം ഓഫ് എ എൻ പ്ലസ് വൺ ആൻഡ് ആൻ ഐഗൺ വെക്റ്റർ ഇ എൻ പ്ലസ് വൺ ബിലോങ്സ് ടു ഇ എൻ perp such that norm of ഇ എൻ പ്ലസ് വൺ ഈക്വൽ ടു വൺ. അതായത് ലാംഡ എൻ പ്ലസ് വണ്ണിൻ്റെ ഒരു ഐഗൺ വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ ആയിട്ട് വരുന്ന ഒരു ഐഗൺ വെക്റ്റർ ഇ എൻ പ്ലസ് വൺ ആൻഡ് എ എൻ പ്ലസ് വൺ ഇ എൻ പ്ലസ് വൺ ഈക്വൽ ടു ലാംഡ എൻ പ്ലസ് വൺ ഇ എൻ പ്ലസ് വൺ. ഓക്കെ, അതായത് ലാംഡ എൻ പ്ലസ് വണ്ണിൻ്റെ ഐഗൺ വെക്റ്ററാണ് ഇ എൻ പ്ലസ് വൺ. അപ്പോൾ എ എൻ പ്ലസ് വൺ ഇ എൻ പ്ലസ് വൺ ഈക്വൽ ടു ലാംഡ എൻ പ്ലസ് വൺ ഇ എൻ പ്ലസ് വൺ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ലാംഡ എൻ പ്ലസ് വൺ എന്തിന് ഈക്വൽ ആയിരിക്കും? നോം ഓഫ് എ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എ എന്താണ്? എ എൻ പ്ലസ് വൺ എന്താണ്? എ റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ പേർപ്പ് വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ മൈനസ് വൺ. ഓക്കെ, കാരണം ഇ എൻ പേർപ്പ് എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ ആണ്. ഇ എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പാൻ ഓഫ് ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ മൈനസ് വൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇ എൻ മൈനസ് വൺ, ക്യാപിറ്റൽ ഇ എൻ മൈനസ് വൺ സബ്സെറ്റ് ഓഫ് ഇ എൻ ആയിരിക്കും. അപ്പോൾ പേർപ്പ് അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഇ എൻ നേരെ തിരിഞ്ഞ് വരും. അതായത് ഇ എൻ പേർപ്പ് ഈസ് എ സബ്സ്പേസ് ഓഫ് ഇ എൻ മൈനസ് വൺ പേർപ്പ്. ഓക്കെ, അപ്പോൾ വലിയ സെറ്റ് ഇ എൻ മൈനസ് വൺ പേർപ്പാണ്. അപ്പോൾ സുപ്രീം ആയതുകൊണ്ട് തന്നെ ചെറിയ സെറ്റിലുള്ള സുപ്രീമം വലിയ സെറ്റിലുള്ള സുപ്രീമത്തിനേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു ഇ എൻ മൈനസ് വൺ പേർപ്പ് ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് എ എൻ. നോം ഓഫ് എ എൻ എന്തിന് ഈക്വൽ ആയിരിക്കും? മോഡുലസ് ഓഫ് ലാംഡ എൻ ആയിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എഴുതി വെച്ചിരുന്നു. Therefore, by induction, we get a sequence of eigenvalues lambda I, either finite or infinite, such that norm of modulus of lambda n plus 1 less than or equal to modulus of lambda n for all n, and an orthonormal set EI such that AI equal to lambda I EI. ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇ എൻ പേർപ്പ് സിംഗിൾട്ടൺ സീറോ സ്പേസ് ആകുമ്പോൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റെപ്പിലും ഇ എൻ പേർപ്പ് സീറോ ആകുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസ് കിട്ടും ചെയ്യും. ഈ പ്രോസസ്സ് നമുക്ക് ഇൻഫൈനൈറ്റ് സ്റ്റെപ്സിൽ ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യും. ദി പ്രോസസ് വിൽ സ്റ്റോപ്പ് ഇൻ ഫൈനൈറ്റ് സ്റ്റേജ് വെൻ എ എൻ പ്ലസ് വൺ ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ഇ എൻ പേർപ്പ് ഈക്വൽ ടു സിംഗിൾട്ടൺ സീറോ സ്പേസ് ഫോർ സം എൻ. If A has infinite sequence of eigenvalues lambda I, then it will converge to 0 since A is a compact operator. A compact operator ആയതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് ലാംഡ ഐസിൻ്റെ സീക്വൻസ് ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണെങ്കിൽ അത് സീറോയിലേക്കും കൺവേർജ്. ഓക്കെ, ഇനി നമുക്ക് ഈ തിയറത്തിൻ്റെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. Thank you.